ഹായ്, അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഹാൻഡിൽ സോഫ്റ്റ്വെയറിൻ്റെ ഡാഷ്ബോർഡാണ്. അപ്പോൾ ഈ ഡാഷ്ബോർഡിൽ ഫസ്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുക ടുഡേ സെയിൽസ് എന്ന സെക്ഷനാണ്. അതിൽ ഇന്ന് നടന്ന സെയിൽസിന് ടോട്ടൽ കിട്ടിയ എമൗണ്ട് അവിടെ കാണിക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് കാണുന്നത് ടുഡേസ് പ്രോഫിറ്റാണ്. അപ്പോൾ ഇന്ന് കിട്ടിയ മൊത്തത്തിലുള്ള പ്രോഫിറ്റ് അവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഉള്ളത് പ്രൊഡക്റ്റ് സെക്ഷനാണ്. നമ്മൾ ടോട്ടൽ പ്രൊഡക്ട്സ് അതിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റ് സെക്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ്ലി പ്രൊഡക്റ്റ് മെനുവിലേക്ക് പോകാനും പറ്റും. പിന്നെ ഉള്ളത് ഓർഡേഴ്സാണ്. നമ്മുടെ ഇതുവരെയുള്ള ഓർഡേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഈ ഓർഡർ സെക്ഷൻ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഓർഡേഴ്സ് മെനുവിലേക്ക് പോകാൻ പറ്റും. പിന്നെ ഉള്ളത് ടോപ്പ് സെല്ലേഴ്സ് എന്ന സെക്ഷനാണ്. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൽ ഏത് പ്രൊഡക്റ്റാണ് കൂടുതൽ സെൽ ചെയ്തതെന്ന് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ഇയർലി, ഓവറോൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഉള്ളത് ടുഡേ ഓർഡേഴ്സാണ്. ഇന്ന് നടന്ന എല്ലാ ഓർഡേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ഓർഡർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഓർഡർ മെനുവിലേക്ക് പോകാനും പറ്റും. പിന്നെ ഉള്ളത് ലോ സ്റ്റോക്ക് അലേർട്ട്സ് ആണ്. ഇത്തരം പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിലുള്ളത് സ്റ്റോക്ക് ലോ ആണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ എക്സ്പയറിങ് സൂൺ സെക്ഷൻ, അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിൽ ഈ പ്രൊഡക്റ്റുകൾ ഇത്ര ദിവസത്തിനുള്ളിൽ എക്സ്പയർ ആകും എന്ന് കാണിക്കാനാണ് ഈ സെക്ഷൻ വന്നത്.